അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ മാർത്ത സുഖമില്ലാതിരുന്ന ഹസ്ബൻഡിനെ കൂട്ടി അനിയനെ വിളിക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ അനിയന്റെ വീട്ടിലേക്ക് പോകാൻ ഇവനാണെങ്കിൽ ഒരു താല്പര്യമില്ല. എന്താന്ന് വെച്ചാൽ അവളുടെ അനിയൻ ഒടുക്കത്തെ ഉടായിപ്പാണ്. ഇവനിപ്പോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിന്റെ പുതിയ വേർഷൻസ് ആണ്. വീര്യം കൂടിയ ആ മരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചിയും അനിയനും വന്നത്. അപ്പൊ തന്നെ അവൻ ആ ഗുളികകളൊക്കെ എടുത്ത് പണിയുടെ ടിന്നിൽ ഇട്ടടച്ചു വെച്ചു. അനിയൻ അങ്ങോട്ട് മാറിയപ്പോ മാർത്ത പണി പിടിച്ചിരുന്ന തന്റെ ഹസ്ബൻഡിന് അതിനൊരെടുത്ത് കൊടുക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അവന്റെ കിളിമൊത്തം പറന്നുപോയി. നിനക്ക് എന്ത് പറ്റി സൈമൺ എന്ന് മാർത്ത ചോദിച്ചപ്പോ നീ ആരാന്നായിരുന്നു അവൻ തിരിച്ചു ചോദിച്ചത്. ഓരോ നിമിഷം കഴിയുമ്പോഴും അവന്റെ ബോധം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം അമ്മായിയമ്മയെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ വേണ്ടി പോയി എന്നല്ല, ശരിക്കും ഉമ്മ വെച്ചു. ഇതാണ് മാർത്തയുടെ മൂത്ത ചേട്ടൻ ഡാനിയൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഒരാളടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ ആദ്യം കാണിച്ചത് അവന്റെ അച്ഛനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. റൂമിലോട്ട് കണ്ണോടിച്ച് നോക്കിയപ്പോഴാണ് മരിച്ചുപോയ അവന്റെ അച്ഛന് ആണുങ്ങളോടായിരുന്നു താല്പര്യമെന്ന് മനസ്സിലായത്. സ്വത്തിന്റെ വിഹിതമൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ അയാളുടെ തലക്കടിച്ച് കൊന്നിട്ട് അച്ഛന്റെ ബോഡി വെച്ചിരിക്കുന്ന പെട്ടിയിൽ തന്നെ അവനെയും അടച്ചു വെച്ചു.